ഇതേ കണ്ടല്ലോ അല്ലെ, നമ്മളിന്ന് ഒത്തിരി സന്തോഷത്തോടെ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും, അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ നഴ്സറിയിൽ ഇതേ ഓറഞ്ച് പൂത്ത് കായ്ച്ചു നിൽക്കുന്ന നല്ല അടിപൊളി കാഴ്ചയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഓറഞ്ച് തൈ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലെല്ലാ ജില്ലയിലും അതെ എല്ലാ ബ്രാഞ്ചസിലും പൂത്തിട്ടുണ്ട്, കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതിപ്പോ എങ്ങനെയാണ് പ്രിയാമ വെച്ച് പിടിപ്പിച്ച എന്തൊക്കെയാ ചെയ്തത്? ദേ ഇങ്ങനത്തെ ഒരു തൈയാണ് കേട്ടോ നമ്മള് വാങ്ങി വെച്ചത്. പക്ഷെ ഇങ്ങനെ വെക്കണ സമയത്ത് നമുക്ക് ഇങ്ങനെ ആവുന്നു ഒന്നും ഒരു പ്രതീക്ഷയില്ല. കാരണം ഇത് ഒത്തിരി അധികം വളർന്നിട്ടില്ല, നിങ്ങൾക്ക് കണ്ടറിയാവും. അപ്പോഴത്തേനും ധാരാളമായിട്ട് പൂത്ത് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിതൊരു ഇതായിരുന്നു ചലഞ്ച്. എങ്ങനെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമുക്ക് ഓറഞ്ച് വിളവ് നടത്തണം എന്നുള്ളത്. അതിൽ നമ്മൾ വിജയിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അത് ചെയ്തത് എന്നുള്ളത് നോക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു വലിയൊരു ചട്ടി നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇത് ചട്ടിയിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങും വേണമെങ്കിൽ മാറ്റാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പൊക്കി കൊണ്ടുപോകാനോ ഏതെങ്കിലും ഭാഗത്തോട്ട് മാറ്റി വെക്കാനോ എന്ത് വേണമെങ്കിലും പറ്റും നമുക്ക്. അപ്പൊ ഇതിലേക്ക് നമ്മള് മെയിൻ ആയിട്ട് ചേർത്തത് ഉമ്മിയായിരുന്നു. കണ്ടോ, ഉമ്മി വാങ്ങിയിട്ട് പിന്നെ നമുക്കറിയാം നമ്മളുടെ മണ്ണില് ഡോളോമേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് എല്ലാ വളങ്ങളും ചേർത്ത് ഉമ്മിയും കൂടെ ചേർത്താണ് നമ്മൾ ഇത് ആക്കിയത്. പിന്നീടാണ് നമുക്ക് പെർലറ്റിനെ പറ്റിയിട്ട് അറിയാൻ പറ്റിയത്. പിന്നെ പെർലറ്റ് ഇപ്പൊ നമ്മൾ കുറച്ച് ഇതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം നമ്മൾ ഉമ്മി ചേർത്തിട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ട് ചെയ്തത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാനും പൊക്കി മാറ്റാനും ഒക്കെ സാധിച്ചു. അപ്പൊ ഇതിന്റെ മണ്ണ് മിക്സിങ്ങില് നമ്മൾ മെയിൻ ആയിട്ട് ചേർത്തിരിക്കുന്നത് ഉമ്മിയായിരുന്നു കേട്ടോ. അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ തൈ വാങ്ങി നടുമ്പോൾ ഉമ്മി അല്ലെങ്കിൽ പെർലറ്റ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം വായു സഞ്ചാരം കിട്ടാനായിട്ടും അതുപോലെ ഈർപ്പം നിലനിർത്താനും. ഇപ്പൊ കാരണം നമുക്കറിയാം ഓറഞ്ച് ചൂടുള്ള കാലാവസ്ഥയിൽ അധികം ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ഉമ്മി മിക്സ് ചെയ്തുകൊണ്ട് അതിന് ആ തണുപ്പ് നിലനിർത്താൻ സാധിച്ചു. ആ ഒരു ഈർപ്പം എപ്പോഴും നിലനിന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് പൂത്ത് കായ്ച്ചത്. അപ്പൊ നമുക്ക് ഇതിന്റെ നമ്മൾ ഇങ്ങനെയാണ് മണ്ണ് മിക്സ് ചെയ്ത് നടുക എന്നുള്ളത് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് അത് നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് എപ്സം സോൾട്ട് കൊടുത്തിരുന്നു. അത് നമ്മൾ മറക്കാതെ തന്നെ എപ്സം സോൾട്ട് അതിന്റെ ചോട്ടിലിട്ട് കൊടുക്കായിരുന്നു, അതിന് സ്പ്രേ ചെയ്യായിരുന്നു. ഫ്രൂട്ട് പ്ലാന്റ്സിന് എപ്സം സോൾട്ട് കൊടുക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് വളരെ ഉപകാരമാണ്. അത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ എപ്സം സോൾട്ട് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മൾ അത് യഥാക്രമം അത് കൊടുത്തിരുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹ്യൂമിക്കും കൊടുത്തിരുന്നു. പിന്നെ ഇതിന് വരുന്നത് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉള്ള ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതിനൊക്കെ മുമ്പ് ഇതിന് എന്തായിരുന്നു എന്നറിയോ, പുഴുക്കേട് വന്നു ഇലകളിൽ. കാലാവസ്ഥയുടെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. അപ്പോ നമുക്ക് നമ്മുടെ പച്ചമുളക്, കാന്താരി ആണെങ്കിലും കുഴപ്പമില്ല, ഉണ്ടമുളകാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കാന്താരി ഗോമൂത്രമാണ് നമ്മൾ അതിനു വേണ്ടി കൊടുത്തത്. അതായത് ഇപ്പൊ ഉണ്ടമുളകാണെന്നുണ്ടെങ്കിൽ 3 ഉണ്ടമുളക് എടുക്കുക. നമുക്ക് ഗോമൂത്രം ഒരു 1/4 ലിറ്റർ എടുത്ത് അതിലോട്ട് നിറയെ വെള്ളം ഒഴിച്ച് 1 ലിറ്റർ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായി. അപ്പൊ ഈ ഗോമൂത്രം കൂടി ചെന്നപ്പോൾ അതിന് നല്ല ഉഷാറുമായി. പിന്നെ നമ്മള് ജെൽ പ്ലസ്, വീറ്റോൺ ജെൽ പ്ലസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം ആ ജെൽ പ്ലസ് നമ്മൾ ധാരാളമായിട്ട് ഇതിന് കൊടുത്തത് മൂലം ഇതിൽ ധാരാളം പൂക്കളുണ്ടായി. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറികൾക്കാണെന്നുണ്ടെങ്കിലും ഇലയ്ക്കുള്ള പ്രശ്നം, അതായത് പുഴുക്കേട്, ഇലകളിലുള്ള പ്രശ്നം, ഒരു വാട്ടം പോലെ നമുക്കൊരു ക്ഷീണം പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും നമ്മൾ ഗോമൂത്രം കൊടുക്കണം കേട്ടോ. ഗോമൂത്രം കാന്താരി ബെസ്റ്റാണ് അത് ചെയ്ത്. അതും വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ഉഷാറായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ എപ്സം സോൾട്ടിന്റെ കാര്യം പറഞ്ഞല്ലേ, എപ്സം സോൾട്ട് കൊടുക്കണ സമയത്ത് നല്ല രീതിക്ക് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ ഇലയമ്മയ്ക്ക് തണ്ടുമ്മയ്ക്ക് ചുവട്ടിലും കുറച്ച് കൊടുക്കണം. ചുവട്ടിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ മണ്ണിൽ കൊടുക്കുമ്പോൾ അത് ആവശ്യാനുസരണം വലിച്ചെടുക്കുകയുള്ളൂ. അപ്പൊ ഇപ്പൊ അതിന്റെ ആവശ്യം അതിനില്ലെങ്കിൽ അത് മണ്ണിൽ അവിടെ കിടന്നോളും. പിന്നെ ആവശ്യം വരുമ്പോൾ അത് എടുത്തോളും. ഇപ്പൊ ഇലയമ്മയ്ക്കും തണ്ടുമ്മയ്ക്കും കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. അപ്പൊ നമ്മള് ഇത് ഇലയമ്മയ്ക്കും തണ്ടുമ്മയ്ക്കും മണ്ണിലും ആവുന്ന രീതിയിൽ വേണം എപ്സം സോൾട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഓറഞ്ചിന് കൊടുക്കാൻ. അത് എടുത്തു പറയണം, ഓറഞ്ചിന് കൊടുക്കണ സമയത്ത് ഇലയമ്മയ്ക്കും തണ്ടുമ്മയ്ക്കും മണ്ണിലേക്കും നമ്മൾ പ്രത്യേകം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൂക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അനുഭവമാണ് പറയുന്നത്. പെട്ടെന്ന് പൂക്കാനും പൂക്കൾ ഒഴിയാതിരിക്കാനും നമ്മൾ ചെയ്ത ടിപ്പാണ് എപ്സം സോൾട്ട് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് അങ്ങനെ
കൊഴിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും നമുക്ക് ടാഗ് ടോപ്പർ ഉണ്ടായിരുന്നു. നമുക്കറിയാം ടാഗ് ടോപ്പർ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടേതല്ലാതെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിന് ഉണ്ടാവുന്നത് ഇല കരിയും, അതുപോലെ തന്നെ പൊട്ടാഷിന്റെ കുറവ് വരും. ഇപ്പൊ ഇത് ആക്ച്വലി നമ്മളുടെ ഇപ്പോഴത്തെ നല്ല ചൂട് കൂടുതലുള്ള ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇതുണ്ടായി. അപ്പൊ അത് നല്ല രീതിക്ക് പിടിക്കാനായിട്ട് നമ്മൾ ടാഗ് ടോപ്പർ കൊടുത്തായിരുന്നു. നമുക്കറിയാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 2 ഗ്രാം എന്നുള്ള രീതിയിൽ ടാഗ് ടോപ്പർ കൊടുത്തിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം നമുക്ക് അങ്ങനെ ആക്ച്വലി വന്നില്ല. എങ്കിൽ പോലും നമ്മൾ അത് കൊടുക്കുന്ന വെച്ചാൽ ഓരോ കാലാവസ്ഥയിലും അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ അതിന് ടാഗ് ടോപ്പർ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പം എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും ടാഗ് ടോപ്പർ വളരെ നല്ലതാണ്. പൊട്ടാഷ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ റംബൂട്ടാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇലയൊക്കെ കരിയണ കാണാം. അതൊക്കെ മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ ടാഗ് ടോപ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചില്ലയിലും നിങ്ങൾക്ക് ഇതേപോലെ പൂത്ത് കായകളുണ്ട്. കൊണ്ട് ഇവിടെ ചുവട്ടുന്ന് തൊട്ട് മേലെ 1-2 സാമ്പിളിന് അങ്ങനെയല്ല, നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ടാഗ് ടോപ്പറും കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോ ഇപ്പൊ നമുക്ക് എന്താന്ന് മനസ്സിലാവും, നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏതും നമുക്ക് ആക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അത് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെടികളാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മളുടെ കാലാവസ്ഥയിലേക്ക് അനുയോജ്യമാക്കുന്ന രീതിയിൽ അതിനെ നട്ടു പരിപാലിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിത് കാണിച്ചത്. ഇപ്പൊ ഈ ഓറഞ്ച് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവോ, ഈ ഒരു ഓറഞ്ച് അല്ല അത് എന്ന്. ഇപ്പൊ നമുക്ക് സ്വീറ്റ് ഓറഞ്ച്, ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞു കിട്ടുന്ന ആ ഓറഞ്ചും ഇതും വ്യത്യാസമുണ്ട്. ഇതല്ല ഈ ഓറഞ്ച്. ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന വലിയ നമ്മുടെ നാടൻ ഓറഞ്ച് ഇല്ലേ, അതാണ് ഇത്. ഇതാണ് ബുഷ് ഓറഞ്ച് പറഞ്ഞിട്ട് നല്ല പുളിപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതല്ല കേട്ടോ. ഇത് നല്ല മധുരമുള്ള നമ്മുടെ മധുര നാരങ്ങ പറയില്ലേ, ഓറഞ്ച്, ഒറിജിനൽ ഓറഞ്ച് ആണ് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച്. ഇത് ഏത് കാലാവസ്ഥയിലും ഇപ്പോഴും നമുക്ക് ഇതേപോലെ ബുഷിയായിട്ട് ധാരാളമായിട്ട് ഉണ്ടാവും. ഇപ്പൊ മാക്സിമം ഇത്ര അല്ലെങ്കിൽ ഇത്രയും കൂടെ കുറച്ചും കൂടെ ഒരു വലിപ്പൊക്കെ വരും. പക്ഷെ നല്ല പുളിയാണ്. പക്ഷെ നമുക്ക് ജ്യൂസ് അടിക്കാൻ വളരെ നല്ലതാണിത്. പക്ഷെ ഇതല്ല, ഇത് നല്ല മധുരമാണ്. മാത്രമല്ല ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ചാണ്. അപ്പോൾ ഈ ബുഷ് ഓറഞ്ചും നമ്മുടെ സാധാ ഓറഞ്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇതിന്റെ ഇലകളും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ബുഷ് ഓറഞ്ച് മാത്രമല്ല, ഈ ഓറഞ്ചും നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും എന്ന് മനസ്സിലായല്ലോ അല്ലെ. നമ്മൾ അറിഞ്ഞ് കൃഷി ചെയ്താല് നമുക്ക് എന്തും വിളവെടുപ്പ് നടത്താം എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഓറഞ്ച് നട്ട് പിടിപ്പിക്കുക. കാരണം ഒത്തിരി അധികം വിഷം കുത്തിവെച്ചിട്ട് വരുന്ന, വിഷം അടിക്കല്ല, വിഷം ഇഞ്ചക്ട് ചെയ്ത് വരുന്നതാണ് ഓറഞ്ചൊക്കെ. അപ്പൊ നമ്മളുടെ വീട്ടിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എത്ര നല്ലതാണല്ലോ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.